ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് +2 യോഗ്യതയിലുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് അല്ലേ. നമുക്കൊന്ന് പരിശോധിക്കാം, അതിൻ്റെ വിജ്ഞാപന ഡീറ്റെയിലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്നൊരു വിജ്ഞാപനം എപ്പോഴാണ് വന്നിരിക്കുന്നത്. നോക്കൂ, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഏവരും മുകളിലേക്ക് ചെക്ക് ചെയ്തേ. കാറ്റഗറി നമ്പർ 274/2020 അടിസ്ഥാനമാക്കി കഴിഞ്ഞ ഒരു ഇൻസ്പെക്ടിംഗ് അല്ലെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിരുന്നു. ശമ്പള സ്കെയിൽ എങ്ങനെയാണ്? 19,000 മുതൽ 43,600 വരെയാണ് അല്ലേ. ഇത് ഇപ്രാവശ്യം കുറച്ചും കൂടെ കൂടിയിരിക്കും. പുതിയ ശമ്പള സ്കെയിലിൽ ശമ്പളം പരിഷ്കരണം വന്നിട്ടുണ്ട്. അന്ന് 8 വേക്കൻസിയിലേക്കായിരുന്നു വിളിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അത് ഇപ്രാവശ്യം ഉയരും. അതുപോലെ ഏജ് ലിമിറ്റ് നോക്കിയേ, 18-36 OBCക്ക് അല്ലേ. അല്ല, ജനറൽ കാറ്റഗറി, ഇത് ജനറൽ കാറ്റഗറി വേണ്ടിയാണ്. അപ്പം ജനറൽ കാറ്റഗറി എത്രയായിരുന്നു? 18-36 OBCക്ക് ആണെങ്കിലോ അത് 39 പോയി അല്ലേ. OBCക്ക് അത് 39 പോയി എന്ന് മറക്കരുത്. എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ? +2 ആയിരുന്നു അല്ലേ ക്വാളിഫിക്കേഷൻ. പാസ് ഇൻ +2 ഓർ ഇക്വാലന്റ് പറഞ്ഞ് കേരളത്തിൽ വിളിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു നമ്മുടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്. നമുക്ക് പരിശോധിക്കാം. ഇതാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ഒരു ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും പോലെയുള്ള കാര്യങ്ങളും പോസ്റ്റിൻ്റെ പേരൊക്കെ കണ്ടു അല്ലേ. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നമുക്ക് നോക്കിയാലോ. കാരണം അത് വെച്ചാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്നല്ലേ. നോക്കൂ നിങ്ങൾ, ഇതാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലേ. കാറ്റഗറി നമ്പർ പരിശോധിച്ച് നിങ്ങൾ എന്താ നോക്കുക, 274. കാറ്റഗറി നമ്പർ 274/2020 അടിസ്ഥാനമാക്കി കേരള PC വിളിച്ചിരുന്ന പോസ്റ്റ് നോക്കൂ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ശമ്പള സ്കെയിൽ തന്നെയല്ലേ, അതാണ് കറക്റ്റാണ്. നോക്കൂ, ദിസ് റാങ്ക് ലിസ്റ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് 25/1/2023 അല്ലേ. അപ്പം 2023 ആദ്യ മാസം വന്ന റാങ്ക് ലിസ്റ്റാണ്. അപ്പം കാലാവധി 3 വർഷമല്ലേ. തീർച്ചയായിട്ടും 3 വർഷം എന്ന് പറയുമ്പോൾ എവിടം വരെ വരും? നോക്കൂ, 25/1/2026 ശരിയല്ലേ. 25/1/2026. അപ്പം 2026 ആദ്യ മാസം റാങ്ക് ലിസ്റ്റുകൾ പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണെന്ന് മറക്കരുത്. അപ്പം 2026 ഒന്നാം മാസം, അപ്പം 25-26, അപ്പം 3 വർഷമാണ് കാലാവധി. 25/1/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അങ്ങനെയാണെങ്കിൽ അവസാനിക്കുന്ന 25/1/2026 കറക്റ്റ് 3 വർഷം കാലാവധി. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കണ്ടു. അപ്പോൾ 26 ജനുവരിയിൽ ഈ റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസംബറിൽ വിജ്ഞാപനം വന്നാൽ മാത്രമേ അതിൻ്റെ പരീക്ഷാ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കി 26-നുള്ളിൽ, അതായത് 26 ആദ്യ മാസമാണ്, 26 ജനുവരിക്കുള്ളിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരണമെങ്കിൽ, കാരണം ഇപ്പോൾ 25 അല്ലെ, 25 3 മാസം കൂടെ ഉള്ളൂ അല്ലേ. ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കഴിയുമ്പോൾ അടുത്ത വർഷമായി. അപ്പോൾ ഡിസംബറിൽ വിജ്ഞാപനം വന്നാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡിസംബറിൽ വിജ്ഞാപനം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരീക്ഷാ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകാൻ ഏകദേശം ഒരു 8 മാസം എടുക്കാം, 8 മാസങ്ങൾ എടുക്കാം. അപ്പോൾ 8 മാസം കൊണ്ട് പരീക്ഷാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആക്കി, പരീക്ഷയും റാങ്ക് ലിസ്റ്റ് പ്രൊസീജിയറും കംപ്ലീറ്റ് ആക്കി ഈ 26 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന മുറയ്ക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വരണം. ശരിയല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, PSCയെ സംബന്ധിച്ച് പരമാവധി നോട്ടിഫിക്കേഷനുകൾ ഡിസംബർ വിളിക്കും. കാര്യം എന്താ? കാരണം ഈ വരുന്ന ഈ ജനുവരി ടു ഡിസംബറാണ് കേരള PSCൻ്റെ പ്രായപരിധി കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പല നോട്ടിഫിക്കേഷനും സമയമായില്ലെങ്കിൽ കൂടി തന്നെ പല നോട്ടിഫിക്കേഷനും തീർച്ചയായിട്ടും ഡിസംബറിൽ വിളിച്ചിരിക്കും. ചിലപ്പോൾ സമയമായി കാണില്ല, പക്ഷേ ഡിസംബറിൽ വിളിക്കും. കാര്യം എന്താ? പരമാവധി ആളുകളെ പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ. അതിലും അങ്ങനെ വിളിക്കുമ്പോൾ ഒരുപാട് പേര്, ഇപ്പം ഏജിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ, 36 നിൽക്കുന്ന ആൾക്കാർ, ജനറൽ കാറ്റഗറിയിൽ 36 നിൽക്കുന്ന ആളുകൾ, OBCയിൽ 39 നിൽക്കുന്നവർക്ക് ഒരുപാട് ഒരു നേട്ടമാണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആസ് പെർ ഹ്യൂമാനിറ്റീൻ്റെ പേരിൽ കൃത്യമായി PSC പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ ഡിസംബറിൽ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ സമയമായില്ലെങ്കിൽ കൂടി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിലവിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടോ നമുക്ക് നോക്കാം അല്ലേ. അത് റാങ്കിൽ ആ ഒരു വിജ്ഞാപനത്തിൽ 8 ഒഴിവായിരുന്നു കാണിച്ചിരുന്നത്. നമുക്ക് നോക്കാം, ഞാനത് എടുത്തിട്ടുണ്ട്. നോക്കൂ, ആണ് ഇവിടെ 42 അഡ്വൈസ് പോയിട്ടുണ്ടോ നിലവിൽ. അപ്പം 42 അഡ്വൈസാണ് നിലവിൽ പോകേണ്ടത്. 25/1/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല 8 അഡ്വൈസ് എന്ന് പറഞ്ഞ് പോയതാ, 48 ഒഴിവുകൾ എന്ന് പറഞ്ഞ് വന്ന വിജ്ഞാപനമാണ്. അപ്പോൾ അത് വിജ്ഞാപനം വരുന്ന സമയത്തായിരുന്നു 8. ഇക്കഴിഞ്ഞ ഏകദേശം ഒരു 2-2.5 വർഷം കൊണ്ട് 42 അഡ്വൈസ് പോയി. ഇനിയും ഒരു 20 അഡ്വൈസോളം പോകാം, ഒരു 60-70 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ എനിവേ ലീഗൽ മെട്രോളജി 42 അഡ്വൈസാണ് നിലവിൽ പോയിരിക്കുന്നത് മറക്കരുത്. ഇനി ഈ ഒരു പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് പോസ്റ്റാണ് കേരളത്തിൽ, LDA പോലെ തന്നെ. അപ്പോൾ LDA പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് പോസ്റ്റാണെന്ന് ആരും മറക്കരുത്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്ന പേരിൽ ഏകദേശം LDക്ക് സമാനവും സമാന്തരവുമായ അതേ ജോലികൾ തന്നെ അവിടെ ചെയ്യാനുണ്ട്. പിന്നെ കൂടുതലും ഇൻസ്പെക്ഷൻ വർക്കുകളൊക്കെയാണ്. ട്രാസ് പതിപ്പിക്കൽ അല്ലേ, നമ്മുടെ കടകളിലേക്ക് ഇരിക്കുന്ന ട്രാസുകൾ കൃത്യമായി പതിപ്പിക്കൽ, അതുപോലെ അതിൻ്റെ ഇൻസ്പെക്ടിംഗ് വർക്കുകൾ പ്രോപ്പറായി ഇൻസ്പെക്ടിംഗ് വർക്കുകൾ ചെയ്യൽ, ഇതൊക്കെയാണ് കറക്റ്റ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ഇതിൻ്റെ ഒരു സിലബസ് പരിശോധിച്ചാലോ. ഇതാണ് വരാൻ പോകുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം, 2020 ഇതിന് എന്തായിരുന്നു, 2 പരീക്ഷയായിരുന്നു. 2020 ഇതിനൊരു പ്രിലിംസും ഉണ്ടായിരുന്നു, ഇതിനൊരു മെയിൻസും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒറ്റ ഒരു എക്സാമിനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. 2 ഉണ്ടെങ്കിൽ അതിൻ്റെ വഴി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 2 പോസിബിലിറ്റിയാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. ഒരു 95% യു ഹാവ് ഓൺലി 1 എക്സാം. ഒരു 95% നമ്മൾ 1 എക്സാം, ഒറ്റ പരീക്ഷ. ഒരു 95% നമ്മൾ എന്ത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഒറ്റ പരീക്ഷ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, മറക്കല്ലേ. അപ്പം 95% നമ്മൾ ഒറ്റ പരീക്ഷ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, മറക്കരുത്. ക്ലിയർ അല്ലേ? ഒരു 5% നമുക്ക് 2 പരീക്ഷ പ്രതീക്ഷിക്കാം. ഒരു 5% നമുക്ക് എന്ത് ചെയ്യാം, 2 പരീക്ഷ പ്രതീക്ഷിക്കാം. 2 പേരുടെയും സിലബസ് നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയും. ഏവരും ബോർഡിലേക്ക് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, അപ്പോൾ നമ്മൾ കേരള PSC ഇപ്പോൾ 2020 പാറ്റേൺ വേണ്ട, ഇപ്രാവശ്യം ഒറ്റ പരീക്ഷ മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സിലബസ് നിങ്ങളൊന്ന് പരിശോധിച്ചേ. ഇതായിരിക്കും അതിൻ്റെ സിലബസ്, മറക്കല്ലേ. ചരിത്രം എത്ര മാർക്കാണ്? ചരിത്രം 5 മാർക്കാണ്. അതുപോലെ ഭൂമിശാസ്ത്രം എത്ര മാർക്കാണ്? 5 മാർക്കാണ്. എക്കണോമിക്സോ അതും 5 മാർക്കായിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അതും 5 മാർക്കായിരിക്കും. കേരള ഭരണ സംവിധാനങ്ങളോ അത് 3 മാർക്കായിരിക്കും. ജീവശാസ്ത്രമോ പൊതുജനാരോഗ്യമോ അത് 4 മാർക്കായിരിക്കും. അതുപോലെ ഭൗതിക ശാസ്ത്രമെങ്കിൽ ഫിസിക്സ് ആണെങ്കിലോ അത് 6 മാർക്കായിരിക്കും. രസതന്ത്രം കെമിസ്ട്രി ആണെങ്കിലോ അത് 5 മാർക്കായിരിക്കും. കലാകായികം സാഹിത്യ സംസ്കാരമാണെങ്കിലോ അത് 3 മാർക്കായിരിക്കും എന്ന് മറക്കല്ലേ. അതുപോലെ വായിച്ചു നോക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അല്ലേ, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 4 മാർക്കായിരിക്കും എന്ന് മറക്കല്ലേ. ആനുകാലിക വിഷയങ്ങളോ അത് 10 മാർക്കായിരിക്കും എന്ന് മറക്കല്ലേ. അതുപോലെ തന്നെ Q and റീസണിങ് അല്ലേ, നോക്കൂ Q and റീസണിങ് അല്ലേ, നോക്കാം. Q and റീസണിങ് ആണ്, 15 മാർക്കാണെന്ന് മറക്കല്ലേ. അടുത്ത ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിലോ അത് 10 മാർക്കാണെന്ന് മറക്കല്ലേ. അതുപോലെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളം ആണെങ്കിലോ അതും 10 മാർക്കാണെന്ന് മറക്കല്ലേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് അത് 10 മാർക്കാണ്. ഞാൻ എൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്ക് 10 മാർക്ക്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്, ഒറ്റ പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ ആ ഒറ്റ പരീക്ഷയുടെ സിലബസാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഒറ്റ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ 95% നമ്മൾ പ്രതീക്ഷിക്കുന്നു, 95% നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒറ്റ പരീക്ഷ. ഈ ഒറ്റ പരീക്ഷ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സിലബസ് ഇതാണെന്ന് മറക്കല്ലേ. ഒറ്റ പരീക്ഷ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സിലബസ് ഇതാണെന്ന് മറക്കല്ലേ. ക്ലിയർ ആണ്, കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഇനി ആലോചിക്കുക, ഞാൻ ഡീറ്റെയിൽ സിലബസിനെ ഷെയർ ചെയ്യാം. അതിന് മുന്നേ ഒരു കൺക്ലൂഷനോടെ പറയട്ടെ. ഒറ്റ പരീക്ഷയാണെങ്കിൽ ഇത് തന്നെയാണ് സിലബസ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 2 പരീക്ഷയാണെങ്കിലോ? ഇനി 2 പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, ആദ്യ പരീക്ഷയിൽ എന്തായിരിക്കും? ആദ്യ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്ത് കാണില്ല? ഈ സ്പെഷ്യൽ ടോപ്പിക്ക് കാണില്ല. 2 പരീക്ഷയാണെങ്കിൽ ആദ്യ പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് കാണില്ല. ബാക്കിയുള്ള വിഷയങ്ങളെ 100 മാർക്കോളം ചോദിക്കാം. മനസ്സിലായോ? ബാക്കിയുള്ള വിഷയങ്ങളെ 100 മാർക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ശേഷം എന്ത് ചെയ്യാം? ഇത് രണ്ടാമത് മറ്റൊരു പരീക്ഷ വരാം. നമുക്കറിയാം പ്രിലിംസ് മെയിൻസ് നല്ല രീതിയിൽ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു +2 പ്രിലിംസ് എന്ന പേരിൽ കേരളത്തിൽ പരീക്ഷ നടത്തി. അല്ലെ, CPO ഒക്കെ ഉൾപ്പെടുന്ന ഫയർമാനും സിവിൽ എക്സൈസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു +2 പ്രിലിംസ്. അന്നൊരു +2 പ്രിലിംസിലായിരുന്നു ശരിക്കും ഈ എക്സാം കടന്നു പോയിരുന്നത്. ഇപ്പോൾ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പല പരീക്ഷയിലും പ്രിലിംസ് ഇല്ല. ഇപ്പോൾ LDയിൽ മാറ്റി, CPOയിൽ മാറ്റി, സിവിൽ എക്സൈസിന് മാറ്റി, അല്ലെ, ഓരോന്ന് PSC അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യമുള്ള സെക്രട്ടറി അസിസ്റ്റൻറ്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പരീക്ഷകളിൽ മാത്രം പ്രിലിംസ് കൊണ്ടുവരാനുള്ള തീരുമാനമായിരുന്നു PSC. എന്നാലും ചില 10th പ്രിലിംസും കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആദ്യം PSC തീരുമാനിച്ചത് നമുക്ക് 2 പരീക്ഷ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു. രണ്ടാമത് PSC പറയുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് പ്രായോഗികമായി മനസ്സിലാക്കിയതിന് ശേഷം കുറേ പരീക്ഷയിൽ കട്ട് ചെയ്യുന്നു. ഇനി ഡിഗ്രിക്ക് മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നു.
മൂന്നാമത് PSC വീണ്ടും തീരുമാനം മാറ്റുകയാണ്. PSC വീണ്ടും പറയുന്നു ചില പരീക്ഷകൾ, അതായത് 1ഉം 2ഉം വേക്കൻസിയുള്ള കുറേ പരീക്ഷകൾ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിലിംസ് വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറയുന്നു. അപ്പോൾ ശരി, എനിവേ, അപ്പോൾ നമുക്ക് നിലവിൽ എന്താ നോക്കൂ, നമുക്ക് കേരള PSCയുമായി ബന്ധപ്പെട്ട് ഒറ്റ പരീക്ഷ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതേ സിലബസിനെ പക്ക കറക്റ്റ് അതുപോലെ അങ്ങ് ഫോളോ ചെയ്യാം. അല്ല, 2 പരീക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ സിലബസിൽ തന്നെ പ്രിപ്പറേഷൻ തുടരാം. ഒരൊറ്റ വ്യത്യാസം, സ്പെഷ്യൽ ടോപ്പിക്ക് സെക്കൻഡ് എക്സാം മെയിൻസിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എല്ലാവരും ക്ലിയർ അല്ലേ? ഇനി ആലോചിച്ചേ, നമുക്കത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ സിലബസിനെ മനസ്സിലാക്കാം. കണ്ടോ, നമ്മളിപ്പോൾ LDCയിൽ കണ്ട സിലബസാണ്. ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്ക്. കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലേ. അതുപോലെ അടുത്ത ആലോചിക്കാം, ഭൂമിശാസ്ത്രമാണ് 5 മാർക്ക്, അതുപോലെ വേൾഡ് ജോഗ്രഫിയാണ് അല്ലേ, വേൾഡ് ജോഗ്രഫിയാണ്. അടുത്തേതാ? ഇന്ത്യൻ ജോഗ്രഫിയാണ്. അടുത്തേതാ? കേരള ജോഗ്രഫി, മറക്കല്ലേ. അടുത്ത വായിച്ചു നോക്ക്, എക്കണോമിക്സ് ആണ്. എത്ര മാർക്കുണ്ട് എക്കണോമിക്സ്? 5 മാർക്കാണെന്ന് മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്ത വായിച്ചു നോക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതും 5 മാർക്കാണെന്ന് മറക്കല്ലേ. കുറേ സബ് ടോപ്പിക് ഉണ്ട് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയും ആമുഖവും പൗരത്വം, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ കാണാൻ കഴിയും. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് കേരള അഡ്മിനിസ്ട്രേഷൻ, കേരള ഭരണ സംവിധാനങ്ങൾ 3 മാർക്കാണ്. സംസ്ഥാന സിവിൽ സർവീസ്, ദുരന്ത നിവാരണ അതോറിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലേ. അടുത്ത എന്താണ്? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യമാണ്. എത്ര മാർക്കാണ്? 4 മാർക്കാണ്. ഹ്യൂമൻ ബോഡി, വിറ്റാമിൻ, രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലേ. എത്ര മാർക്കാണ്? ഒരു 4 മാർക്കുണ്ടേ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്ക്, ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ആണ്. 6 മാർക്കാണ്. ചലനം, പ്രകാശം പോലുള്ള കാര്യങ്ങൾ, ശബ്ദം പോലുള്ള കാര്യങ്ങൾ, ബലം, ഗുരുത്വാകർഷണമൊക്കെ ഉൾപ്പെടുത്തി അല്ലേ. വീണ്ടും മുന്നോട്ട് പോകുന്നു. നമ്മുടെ കെമിസ്ട്രി 5 മാർക്കായിരിക്കും. ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ. അതുപോലെ കലാകായിക സാഹിത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് 3 മാർക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ കലകളല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ കലകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ. അതുപോലെ തന്നെ എന്താണ്? കായികവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, പേഴ്സണാലിറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഐറ്റങ്ങൾ, സ്പോർട്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ, അവാർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് വേൾഡ് സ്പോർട്സും ഉണ്ട് കേട്ടോ, ഏഷ്യൻ ഗെയിംസും ഒളിമ്പിക്സും ഒക്കെ ഉൾപ്പെടുന്നുണ്ടേ, മറക്കല്ലേ. അതുപോലെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പരിചയപ്പെടാം സാഹിത്യം അല്ലേ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൃതികൾ അല്ലേ, റൈറ്റ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്തവർക്ക് സംസ്കാരമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവങ്ങളും ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും ആരാധനകളും എല്ലാം ഉണ്ട്. അതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് കമ്പ്യൂട്ടറുമായി IT-യുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർഡ്വെയർ സെഷൻ, അതുപോലെ സോഫ്റ്റ്വെയർ സെഷൻ, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെഷൻ, ഇൻ്റർനെറ്റ് സർവീസ്, അതുപോലെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസുകൾ. പിന്നെയുള്ള ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കാണ്? 10 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ QA ആൻഡ് റീസണിങ്ങോ 10 മാർക്കാണ്. QA എത്ര മാർക്കാ? അത് 10 മാർക്കല്ല, ശതമാനം, ഭിന്നസംഖ്യ, ലാഭം, നഷ്ടമൊക്കെ ചേർത്ത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. അടുത്ത ആലോചിച്ച് നോക്കുക, റീസണിങ്ങുമായി ബന്ധപ്പെട്ട് എത്ര മാർക്കാണ്? 5 മാർക്കാണെന്ന് മറക്കല്ലേ. എത്ര റീസണിങ്? 5 മാർക്കാണ് റീസണിങ്. നമുക്ക് നിലവിൽ മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്കിനല്ലേ കൊടുത്തിരുന്നത്, അപ്പോൾ കറക്റ്റാ. റീസണിങ് ഓക്കെ 15, റൈറ്റ്. ടോട്ടലി മാത്സ് 10, അപ്പോൾ 5 വെച്ചായിരിക്കും, റൈറ്റ്. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മാനസിക ശേഷി അത് നമ്മൾ കണ്ടു അല്ലേ, ഇപ്പോൾ ക്ലോക്ക്, കലണ്ടർ പോലുള്ള കാര്യങ്ങൾ അല്ലേ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു നമ്മുടെ ജനറൽ ഇംഗ്ലീഷ്, 10 മാർക്കാണ് ഇംഗ്ലീഷ്. 5 മാർക്ക് ഗ്രാമാറ്റിക്കൽ ടോപ്പിക്കാണ്. 5 മാർക്ക് പക്ക നമ്മൾ കറക്റ്റ് LDCയിൽ കണ്ട ഗ്രാമാറ്റിക്കൽ ടോപ്പിക്കാണ്. ടെൻസസ്, ഇൻഫിനിറ്റീവ്, ജെറണ്ടുകൾ, ക്വസ്റ്റ്യൻ ടാഗ് പോലുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തി പ്രപ്പോസിഷനൊക്കെ ഉണ്ട് അല്ലേ. അടുത്ത വൊക്കാബുലറിയാണ്. എത്ര മാർക്കാണ്? 5 മാർക്കാണ്. നോക്കൂ, അവിടെ കുറേ വേർഡ് ഫോർമേഷൻ, കോമ്പൗണ്ട് വേർഡ്സുകൾ, സിനോണിമ്, ആന്റോണിമ്, ഫ്രേസൽ വെർബ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർത്ത് അല്ലേ. അടുത്ത മുന്നോട്ട് പോകുന്ന പ്രാദേശിക ഭാഷയാണ്. 10 മാർക്കാണ്. മലയാളത്തിന് 10 മാർക്ക്. ആ സൂക്ഷിച്ച് നമ്മൾ LGSൽ കാണുന്ന മലയാളം തന്നെ. LGSന് മലയാളം ഇല്ല, LDയിൽ കാണുന്ന മലയാളം. അടുത്ത മുന്നോട്ട് പോകുന്നു. നമ്മൾ ഏവരും കാത്തിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. നോക്കൂ, സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഈ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 10 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് മറക്കല്. ഫസ്റ്റ് വൺ, ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി അല്ലേ. നോക്കൂ, ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി എത്ര മാർക്കാണ്? അപ്പോൾ 5 മാർക്കാണ്. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ്, അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, വെയിറ്റുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ, പിന്നെ ഫിസിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ചില സ്ക്രൂ ഗേജ് മിഷ്യൻ, വെർണിയർ കാലിപ്പർ, ബാരോമീറ്റർ, അങ്ങനെയുള്ള കുറേ കാര്യം, തെർമോമീറ്റർ ഒക്കെ ഉണ്ട് അല്ലേ, അതെല്ലാം ചേർത്തിട്ട്. അടുത്ത വായിച്ചു നോക്ക്, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആൻഡ് റൂൾസ് ഓഫ് ലീഗൽ മെട്രോളജി. ശരിയല്ലേ? നോക്കൂ, അതിൽ ഫസ്റ്റ് വൺ നോക്കാം. സെഷൻസ് ഓഫ് ലീഗൽ മെട്രോളജി ആക്ട് 2009, 1 മാർക്കാണ്. കൃത്യമായി ചില സെഷൻസിനെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 17, 18, 22, 24 അത് എണ്ണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതങ്ങ് കൃത്യമായി പഠിച്ചാൽ മതി, കൃത്യമായി പഠിച്ചെടുത്താൽ മതി.
അല്ല റൂൾസ് ഓഫ് ലീഗൽ മെട്രോളജി പാക്കേജ് കമ്മ്യൂണിറ്റി റൂൾസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ 2 മാർക്കിന് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. അത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് സ്പെഷ്യൽ ക്ലാസ്സുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിന് സ്പെഷ്യൽ ബാച്ച് നമുക്കുണ്ട്. എനിവേ, അടുത്ത റൂൾസ് ഓഫ് കേരള ലീഗൽ മെട്രോളജി അല്ലേ. റൂൾസ് ഓഫ് കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് റൂൾസ് 2012 കുറേ സെക്ഷൻസ് കൃത്യമായി നോക്കണം അല്ലേ. ഇങ്ങനെയാണ് 10 മാർക്ക് നിലവിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നിലവിൽ 10 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുത്തിരിക്കുന്നത്. 2, 4, 5 ഏറ്റവും ടോപ്പിൽ 5, 10 കറക്റ്റാണ്. അങ്ങനെ 10 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നിലവിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിൽ കോച്ചിങ് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കാം, ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റൈൽ എങ്ങനെ, ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഇതാണ് നിങ്ങളുടെ സിലബസ്. അപ്പോൾ ഈ ഒരു സിലബസിൽ ഏവർക്കും പ്രിപ്പറേഷൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം ആരും മറക്കരുത്. അപ്പം ഇത് ഒറ്റ പരീക്ഷയാണെങ്കിലും 2 പരീക്ഷയാണെങ്കിലും പരീക്ഷാ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു അല്ലേ. ഒറ്റ പരീക്ഷയാണെങ്കിലും 2 പരീക്ഷയാണെങ്കിലും പരീക്ഷാ ഫോർമാറ്റ് ഞാൻ കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൃത്യമായി വ്യക്തമായി. ഞാനിവിടെ മാത്സ് ആൻഡ് റീസണിങ് 15 മാർക്ക് കേട്ടോ. നമ്മൾ അവിടെ നേരത്തെ കൺഫ്യൂഷൻ വന്നേ. മാത്സ് ആൻഡ് റീസണിങ് 15 മാർക്കാണ് കേട്ടോ. മാത്സ് ആൻഡ് റീസണിങ് 15 മാർക്കാണ്. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നത് അല്ലേ. അപ്പോൾ അത് QA 10 മാർക്കും റീസണിങ് 5 മാർക്കുമാണെന്ന് മറക്കല്ലേ. കാരണം സാധാരണ കേരള PSCൻ്റെ പരീക്ഷയിൽ പലപ്പോഴും നമുക്കറിയാം മാത്സും റീസണിങ് ചേർത്ത് ഒന്നെങ്കിൽ 20 അല്ലെങ്കിൽ 10 ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അവിടെ ചെറിയൊരു ഫോർമാറ്റിൽ ഡിഫറൻസ് അവിടെ കാണാൻ കഴിയുന്നു. അവിടെ ഒരു 5 മാർക്ക് റീസണിങ്, അങ്ങനെയാണ് 15 മാർക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഡെക്സിൻ്റെ പേജ് കണ്ടായിരുന്നു. അപ്പം ഇവിടെ മാത്സ് ആൻഡ് റീസണിങ് നമുക്ക് 15 മാർക്കുണ്ട്. പിന്നെ ഇംഗ്ലീഷോ 10, അപ്പോൾ 25 മാർക്കായില്ലേ. അതുപോലെ തന്നെ മലയാളമോ 10, 35 ആയില്ലേ. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 10, 45 മാർക്കായില്ല. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്കിനെ ചേർത്ത് 45 മാർക്ക് അവിടെ തന്നെ ആവുന്നുണ്ട്. ശരിയല്ലേ. അവിടെ കറണ്ട് അഫെയർ കൊണ്ട് ചെയ്താൽ 55 മാർക്കായി അല്ലേ. കറണ്ട് അഫെയറോടെ വന്ന 55 മാർക്കാണ്. ഇത്രയും ടോപ്പിക്ക് അവിടെ വരും അല്ലേ. ഇത്രയും ടോപ്പിക്കും ശരിയല്ലേ. കറണ്ട് അഫെയർ എത്ര മാർക്കാ? 10 മാർക്കുണ്ട്. അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് 15 മാർക്കുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് എത്ര മാർക്കാണ്? 10 മാർക്ക്. അതുപോലെ പ്രാദേശിക ഭാഷയാണെങ്കിലോ അതും 10 മാർക്ക്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലോ അതും 10 മാർക്ക്. 10, 25, 35, 45, 55 മാർക്കാണെന്ന് മറക്കല്ലേ. എത്ര മാർക്കിൻ്റെ എണ്ണം? 55 മാർക്കാണെന്ന് മറക്കല്ലേ. 55 മാർക്ക്. ക്ലിയർ അല്ലേ. അപ്പോൾ അവസാനത്തെ ഒരു 5 ടോപ്പിക്ക് 1, 2, 3, 4, 5 അവസാനത്തെ 5 ടോപ്പിക്കിന് എടുക്കുമ്പോൾ 55 മാർക്ക് കവറാവണേ. 55 മാർക്ക്. ക്ലിയർ ആയിട്ടുണ്ടോ? എത്രയാണ്? 55 മാർക്ക് കവറാവണം. മറക്കല്ലേ. 55 മാർക്ക് കവറാവണം. അവസാനത്തെ ഒരു 5 ടോപ്പിക്കിനെ ചേരുമ്പോൾ 55 മാർക്ക് അവിടെ കവറാവുമെന്ന് മറക്കരുത്. ക്ലിയർ അല്ലേ. പറഞ്ഞതിൻ്റെ ആശയം എവർക്കും കിട്ടുന്നുണ്ടോ? ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു PSCൻ്റെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലേ. മറക്കല്ലേ. കേരള PSCൻ്റെ ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്കും പ്രൊവൈഡ് ചെയ്യണം. ശേഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്നതിന് ശേഷം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നിലവിൽ നമ്മൾ ആ 90 മാർക്കില്ലേ, നമ്മുടെ 90 മാർക്കാണ് ഇത്രയും. എവിടെയാണ്ട് ഇത്രയും ഇവിടെ വരെ 90 മാർക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കിയുള്ള ബാക്കി അത്രയും 90 മാർക്കല്ലേ. അതൊരു ജനറൽ PSC തന്നെയാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 10 മാർക്ക് ഒഴിച്ചാൽ ബാക്കി 90 മാർക്കിൻ്റെ കണ്ടന്റ് പക്കാ ജനറൽ PSC. നിങ്ങൾ അതേ ടോപ്പിക്കാണ് LDCയിൽ കണ്ടു. ശരിയല്ലേ. നിങ്ങൾ അതേ ടോപ്പിക്ക് തന്നെയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ ടോപ്പിക്ക് അത് തന്നെയാണ്. മാർക്കിൽ കുറേ ഡീവിയേഷൻ വരും അല്ലേ. മാർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും. പിന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ സയൻസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ. അപ്പം ഇതൊരു അടിസ്ഥാനപരമായ സിലബസാണ്. നമുക്കറിയാമല്ലോ, നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് എടുത്താലും നിങ്ങൾ CPO എടുത്താലും നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫ് ഏത് വരാൻ പോകുന്ന ഒരു ജനറൽ PSC പരീക്ഷ എടുത്താലും ആരുണ്ട്? അവിടെ ചരിത്രം ഉണ്ടോ? ഉണ്ട്. എക്കണോമിക്സ് ഉണ്ടോ? ഉണ്ട്. അവിടെ ജോഗ്രഫി ഉണ്ടോ? ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഉണ്ട്. കേരള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ബയോളജി ഉണ്ട്. ഫിസിക്സ് ഉണ്ട്. കെമിസ്ട്രി ഉണ്ട്. കലാകായിക സാഹിത്യ സംസ്കാരം ഡിഗ്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണത്. കമ്പ്യൂട്ടർ ഉണ്ടോ? ഉണ്ട്. കറണ്ട് അഫെയർ എല്ലാ പരീക്ഷയിലും ഉണ്ട്. ശരിയല്ലേ. അതുപോലെ തന്നെ Q and റീസണിങ് എല്ലാ പരീക്ഷയിലും ഉണ്ട്. ഇംഗ്ലീഷോ എല്ലാ പരീക്ഷയിലും ഉണ്ട്. പ്രാദേശിക ഭാഷയോ എല്ലാ പരീക്ഷയിലും ഉണ്ട്. മാർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പം നമുക്കറിയാം ഡിഗ്രി എക്സാമിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ Q and റീസണിങ് 20 മാർക്കാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷോ അതും 20 ആവും. അതുപോലെ മലയാളമോ അതും 10 തന്നെ നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ചില സിമിലാരിറ്റീസ് നിങ്ങൾ കാര്യമായി കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്
90, അതായത് സ്പെഷ്യൽ ടോപ്പിക് ഒഴിച്ചുള്ള 90 മാർക്കിൽ 90ൽ 90 ഉറപ്പിക്കാൻ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മൾ ആ ഒരു ഒഫീഷ്യൽ സിലബസ് വന്നതിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സിലബസ് അല്ല, ഒഫീഷ്യൽ ഒരു ഇത് നമ്മുടെ കലണ്ടർ അല്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ വിജ്ഞാപനം വന്നതിന് ശേഷം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മൾ 10 മാർക്കിൻ്റെ കൊടുക്കുന്നതായിരിക്കും. നിലവിൽ 90ൽ 90 മാർക്ക് ഉറപ്പിക്കാൻ നമ്മളൊരു സൂപ്പർ ബാച്ച് കേരള PSCൻ്റെ ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് മറക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കാം, ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? നേരെ ഗൂഗിൾ കയറിയേ, അഡ്ഡ 247 മലയാളം എന്ന് കൊടുത്തേ, അഡ്ഡ 247 മലയാളം എന്ന് കൊടുത്തേ, ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ, താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും കാണാൻ കഴിയും നിങ്ങൾക്ക് ദാണ്ടേ ഒരു PSC സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച്. അപ്പോൾ നമ്മളെ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ 90ൽ 90 മാർക്ക് ഉറപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 90 മാർക്കിൽ 90 ഉറപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ആണ്. ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. ഒരുപക്ഷെ ലൈവിൽ നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അഡ്ഡ 247 ആപ്പിലേക്ക് റെക്കോർഡായി വരും. മറക്കരുത്. എത്രയാണ് നിലവിലെ ഫീസ് നോക്കൂ. നിലവിൽ കൊടുത്തിരിക്കുന്ന ഫീസ് എത്രയാണ്? 2940 അല്ലേ? നിലവിലെ ഫീസ് എങ്ങനെയാണ്? 2940 ആണെന്ന് മറക്കരുത്. അവിടെ ഒരു ബൈനോ ഓപ്ഷൻ കൊടുത്തേ, കൊടുത്തായിരുന്നു, റൈറ്റ്. അപ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ? അപ്പോൾ ആ കോഡൊന്ന് അവിടെ കൊടുത്തേ. എന്താ ഡിസ്കൗണ്ട് കോഡ് കൊടുക്കേണ്ടത്? Y364 എന്ന് കൊടുത്തേ, Y364, Y364 എന്ന് കൊടുത്തേ, Y364 എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ Y364 അല്ലെങ്കിൽ Y364 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്ത് എവിടെ? റൈറ്റ്. അപ്പോൾ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് കണ്ടായിരുന്നോ ഒരു 795 രൂപ കുറഞ്ഞിട്ട്. എങ്ങനെയാണ്? ഒരു 795 രൂപ കുറഞ്ഞിട്ട് 2146. അപ്പോൾ 795 രൂപ കുറഞ്ഞിട്ട് 2146 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? കോഴ്സുകളെ ഈസിലി പർച്ചേസ് ചെയ്യാൻ കഴിയും. മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി അഡീഷണലായി നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ബാച്ചിനെ പറ്റി കണ്ടു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിലവിൽ നമ്മുടെ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മറക്കരുത്, നമ്മുടെ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളവിടെ കൃത്യമായി നമ്മുടെ ഡിസ്കൗണ്ട് കോഡ് ഏതെങ്കിലും ഒരു കോഴ്സ്, അപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ്, നമ്മുടെ അഡ്ഡ 247 മലയാളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫീച്ചേഴ്സ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നോക്കൂ, നമ്മുടെ ഡിസ്കൗണ്ട് കോഡ് ഏതാ? Y364 അല്ലേ? അപ്പോൾ Y364 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു 27% പ്രൊഡക്റ്റ് ഓഫറുണ്ട്. അപ്പോൾ 27% പ്രൊഡക്റ്റ് ഓഫറുണ്ട്, പ്ലസ് ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നോർമലി ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി 1 വർഷമായിരിക്കും. പക്ഷെ ഇപ്പം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം കൃത്യമായ വാലിഡിറ്റി ഉണ്ടാകുമെന്ന് മറക്കരുത്. അതുപോലെ തന്നെ ഒരു ഫ്രീ ഗിഫ്റ്റും കൃത്യമായിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് ആയിരിക്കും, ഈ ബുക്കുകളായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മറക്കരുത്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ അഡ്ഡ 247 മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പുകൾ അവൈലബിൾ ആണെന്ന് മറക്കരുത്. ഏവരും കൃത്യമായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ കയറുകയാണെങ്കിൽ അവിടെ ഡൗൺലോഡ് അഡ്ഡ 247 അല്ലെങ്കിൽ അഡ്ഡ 247 ആപ്പ് എന്ന് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ആപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ കൃത്യമായ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 വരയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റ് എക്സാംസ് കാണാൻ കഴിയും. അവിടെ കേരളം ചൂസ് ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആപ്പിലേക്ക് കയറാൻ കഴിയും. ആപ്പിൽ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെ ടെസ്റ്റ് സീരീസുകളുണ്ട്. PYQനെ കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് സീരീസുകൾ കംപ്ലീറ്റ് ഉണ്ട്. എല്ലാ പരീക്ഷയുടെയും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ ഓരോ രീതിയിൽ കൃത്യമായി വിഷയാടിസ്ഥാനത്തിൽ ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ് ആൻഡ് റീസണിംഗ് എന്ന വിഷയാടിസ്ഥാനത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. കൃത്യമായി നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഒരു സെൽഫ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏവരും കൃത്യമായിട്ട് ആപ്പ് ഡൗൺലോഡ് അതിൻ്റെ ഫീച്ചേഴ്സുകൾ കൃത്യമായി യൂസ് ചെയ്യാൻ ഏവരും ശ്രമിക്കുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും സിലബസ്, റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, നിലവിലെ ഒഴിവുകളുടെ എണ്ണം, അതുപോലെ തന്നെ ഒഫീഷ്യൽ സിലബസ്, കാറ്റഗറി നമ്പർ, റാങ്ക് ലിസ്റ്റിൻ്റെ കേസ് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ അതിവേഗത്തിലൊരു ഷോ ആയി കൊണ്ടുവരാം. കൃത്യമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഡൗട്ട്
കേരളത്തിൽ ഏതെങ്കിലും ഒരു PSC പരീക്ഷകളെ പറ്റിയോ അല്ലെങ്കിൽ കേരളത്തിൽ RRB SSC ബാങ്ക് അങ്ങനെ ഏതെങ്കിലും പരീക്ഷയെ പറ്റി എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കേരള PSC പരീക്ഷയുടെ ഡൗട്ടാണെങ്കിൽ കൃത്യമായി അതിൻ്റെ ഒരു കാറ്റഗറി നമ്പറുകൾ ഉൾക്കൊള്ളിക്കാൻ ഏവരും ശ്രമിക്കുക. അപ്പോൾ എനിക്കത് സെർച്ച് ചെയ്ത് നോക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമഗ്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് 90 മാർക്ക് ഉറപ്പിക്കാൻ ഏവരും ശ്രമിക്കുക. അതിൻ്റെ സിലബസ് വന്നതിന് ശേഷം സെഷൻ ടോപ്പിക്കിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. ക്ലിയർ കട്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വർഷം ഇതേ ഓണ സമയത്ത് ഏവർക്കും ജോലി ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.